നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വന്നിരുന്നത്. അശ്വതി മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഉത്രാടം നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഓം ശ്രീ ഗണേശായ നമ. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശ്യന്തി മുഖേ മൃഗാഹ. വെറും ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഒരു കാര്യവും വിജയിക്കാൻ സാധിക്കില്ല. പരിശ്രമിക്കുന്നവർക്കാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുക, വിജയം കൈവരിക്കാൻ സാധിക്കുക. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് ഒരിക്കലും ഇര തന്നെ വന്നെത്തുകയില്ല. അതിനായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരെ, കൊല്ലവർഷം 1202 നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത്? ഭാഗ്യസൂചനകൾ ജീവിതത്തിലെ ഏത് മേഖലകളിലാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉള്ളത്? കോട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ, ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇനം തിരിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. സൂര്യഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം ലക്ഷ്യബോധത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന 1-ാം പാദക്കാർക്കും മകരക്കൂറിൽ വരുന്ന 2, 3, 4 പാദക്കാർക്കും ചില വ്യത്യസ്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും പൊതുവെ ഉത്രാട നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷം തന്നെയാണ്. ഓരോ പാദക്കാരുടെയും വിശേഷ ഫലങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കുന്ന വർഷമാണ്. നാളുകളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകും. സമൂഹത്തിൽ ബഹുമാനവും സ്വാധീനവും വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലും സംഘടനാ കാര്യങ്ങളിലും വീണ്ടും സജീവമാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ വർഷത്തിന്റെ മധ്യത്തോടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ചില തരത്തിൽ മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായി എന്നും വരാം. തളരാതെ മുന്നേറുന്നവർക്ക് മുന്നിൽ വഴികൾ താനെ തുറക്കപ്പെടും. തടസ്സങ്ങൾ പോലും വിജയത്തിന്റെ പടവുകളായി മാറും. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രമോഷൻ, അധിക ചുമതലകൾ, അംഗീകാരം, ശമ്പള വർധന എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ തുറന്നു വരും. സർക്കാർ മേഖല, ഭരണമേഖല, വിദ്യാഭ്യാസ മേഖല, മാനേജ്മെന്റ് മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ മികച്ച പുരോഗതിയുടെ കാലമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ശാഖാ വിപുലീകരണം, പുതിയ നിക്ഷേപങ്ങൾ, പുതിയ പങ്കാളിത്തങ്ങൾ എന്നിവയ്ക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകും. വിദേശ ബന്ധമുള്ള ജോലികളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ സാമ്പത്തിക അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം വർദ്ധിക്കുന്നതാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ 2-ാം പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായി എന്ന് വരാം. വലിയ തുകകളൊക്കെ മറ്റുള്ളവർക്ക് ഈ സമയത്ത് കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഒന്ന് നോക്കാം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ വർദ്ധിക്കുന്നതാണ്. പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകുന്നതാണ്. മക്കളുടെ വിവാഹ കാര്യത്തിലും തൊഴിൽ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായിട്ട് ഉള്ള പഴയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എന്നാൽ ഉത്രാട നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യത്തെയാണ് നമുക്ക് ഇപ്പോൾ പരിശോധിക്കേണ്ടത്. തലവേദന, കണ്ണിന്റെ അസ്വസ്ഥത, രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അമിത ജോലി മൂലമുള്ള ക്ഷീണം ഇവയെല്ലാം ഉണ്ടായേക്കാം. യോഗയും സൂര്യനമസ്കാരവും ഒക്കെ ശീലമാക്കുക. ആരോഗ്യ രംഗത്ത് അത് ഗുണം ചെയ്യും. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ ത്രൈമാസ ഫലങ്ങൾ ഒന്ന് നോക്കാം. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം. വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്നതാണ്. തൊഴിൽ ഭാരം കൂടുന്നതാണ്. ചില തീരുമാനങ്ങളിൽ ക്ഷമ പാലിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ സന്തോഷ വാർത്തകളൊക്കെ ഉണ്ടായേക്കാം. ഇനി കുംഭം, മീനം, മേടം മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതി കൂടുതലായി ഉണ്ടാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് ഈ സമയത്ത് നേട്ടമുണ്ടാകും. പുതിയ ബന്ധങ്ങളും അവസരങ്ങളും ലഭിക്കുന്നതാണ്. വ്യാപാരത്തിൽ കൂടുതൽ വികസനം ഉണ്ടാകുന്നതാണ്. ഇനി ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ നേട്ടങ്ങൾ അനുഭവിക്കുന്ന കാലമായിട്ട് പറയാം. വീട്, വാഹനം സംബന്ധിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ഇനി ഓരോ പാദത്തിലും
ജനിച്ചവരുടെ വിശേഷ ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന 1-ാം പാദക്കാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. വിദേശ യാത്രകൾ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉന്നത പഠനത്തിനും പരീക്ഷകൾക്കും വിജയമുണ്ടാകുന്നതാണ്. ദൂരയാത്രകൾ മൂലം ഭാഗ്യം ഉണ്ടാകുന്നതാണ്. മകരക്കൂറിൽ വരുന്ന 2-ാം പാദക്കാരെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. മകരക്കൂറിൽ വരുന്ന 3-ാം പാദക്കാരെ സംബന്ധിച്ച് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഗുണകരമാകുന്നതാണ്. ഇനി 4-ാം പാദക്കാരായിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ നിമിത്തം അഭിമാനം ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതാണ്. സാമൂഹിക കാര്യത്തിൽ അംഗീകാരം വർദ്ധിക്കുന്നതാണ്. ഇനി ഓരോ ദശാകാലങ്ങളിലുള്ളവർ അറിയേണ്ട കാര്യങ്ങൾ കൂടി പറയാം. ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങളിലുള്ളവർക്ക് ദോഷഫലങ്ങൾ ചിലപ്പോൾ വർദ്ധിച്ചു എന്ന് വരാം. അങ്ങനെയുള്ളവർ അമിത ആത്മവിശ്വാസം, സാമ്പത്തിക കാര്യങ്ങളിലെ പിഴവുകൾ, കുടുംബപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആരോഗ്യകാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഉണ്ടാകാം. അതിലൊക്കെ കരുതൽ എടുത്ത് മുന്നോട്ട് പോകുക. മറ്റുള്ള ദശാകാലങ്ങളുള്ളവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിച്ച് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയ പുരോഗതി എന്നിവയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ കൂടി പറയാം. എല്ലാ ഞായറാഴ്ചയും സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യന് അർഘ്യം ചെയ്യുക, ആദിത്യ ഹൃദയ സ്തോത്രം നിത്യം ജപിക്കുക, കുറഞ്ഞത് ഞായറാഴ്ചയെങ്കിലും പതിവായി ജപിക്കുക, ഗോതമ്പ്, ചുവന്ന വസ്ത്രം, ശർക്കര എന്നിവയൊക്കെ ദാനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, കൂവളമാല സമർപ്പിക്കുക, ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം നടത്തുക, നീരാഞ്ജനം നടത്തുക, പിതാവിനെയും ഗുരുക്കന്മാരെയും ആദരിക്കുക, അവരോട് നല്ല മിതമായ ഭാഷയിൽ സംസാരിക്കുക. ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കര, ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമസ്തുതേ. പ്രിയപ്പെട്ട ഉത്രാട നക്ഷത്ര ജാതകരെ, കൊല്ലവർഷം 1202-ാം ആണ്ട് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ശക്തമായ വർഷമാണ്. പ്രതിസന്ധികൾ ഉണ്ടായാലും അവയെ മറികടക്കാനുള്ള ശക്തമായ കഴിവ് നിങ്ങളിൽ ഉണ്ടാകും. സൂര്യഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ കഠിനാധ്വാനവും ഈ വർഷം ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കും. സൂര്യനാരായണന്റെ അനുഗ്രഹം എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റ് നക്ഷത്രക്കാരുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.